നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് തട്ടിപ്പ് എന്നുള്ളൊരു കാര്യം അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ എന്തായി സംഭവം? ആദ്യം നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ അവർ നമുക്ക് ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കും, പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ നോക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ കൺവീൻസ് ആകുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരും. അതിനുശേഷം ഇങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറയും. ആദ്യം നിങ്ങൾ കുറച്ച് പൈസ ഇട്ടാൽ മതി, അത് നമ്മൾ ഡബിൾ ആക്കി തരാം, അങ്ങനെയൊക്കെ പറയും. പിന്നെ അവരുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ട് ആരുടെയോ ഐഡന്റിറ്റി കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും നമുക്ക് അങ്ങോട്ട് അയച്ചു തരും. അങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കും. അങ്ങനെ നമ്മൾ ആദ്യം ചെറിയൊരു എമൗണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡബിൾ ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരും. കുറച്ചൊരു വിശ്വാസമായേ പിന്നെ എമൗണ്ട് നമ്മളിങ്ങനെ കൂട്ടി വരും. അവസാനം കൂടി ലക്ഷങ്ങളായപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പെട്ടു എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇതിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമസ്കാരം. കാസർഗോഡ് സൈബർ പോലീസ് സ്റ്റേഷനിലെ ഫോറൻസിക്കാണ് സംസാരിക്കുന്നത്. എന്റെ പേര് സവ്യസാജി എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഫ്രോഡാണ് ഇത്. നമുക്ക് ലിങ്കുകളായിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് സാധാരണ വരുന്ന റിട്ടേൺസ് തരുന്ന പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ട്രേഡിംഗ് ആപ്പുകളായിരിക്കും. അത് ഫേസ്ബുക്കിൽ കൂടി വരാം, വാട്സപ്പിൽ കൂടി വരാം, ടെലിഗ്രാമിൽ കൂടി വരാം. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ ചെറുപ്പക്കാരെന്ത് ചെയ്യും, പെട്ടെന്ന് പൈസ കിട്ടുന്നുള്ള അതിൽ കൊണ്ടുപോയി കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഡിജിറ്റൽ വാലറ്റിൽ നമ്മളെ റിട്ടേൺസ് ഇങ്ങനെ കൂടുന്നതായിട്ട് കാണിക്കാം. ചിലപ്പോൾ ആദ്യത്തെ 1-2 തവണ ചെറിയ റിട്ടേൺസ് നമുക്ക് പിൻവലിക്കാനും പറ്റും. പിന്നീട് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് പ്രേരിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പിൻവലിക്കാൻ പറ്റില്ല. പിന്നീട് അതൊരു വലിയ എമൗണ്ട് ആവാതെ പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഹ്യൂജ് എമൗണ്ട് ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതൊരു തട്ടിപ്പാണെന്ന് എല്ലാവരും മനസ്സിലാക്കുള്ളൂ. ഇത്തരം ഓൺലൈൻ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.